അന്നും ഇന്നും കോൺഗ്രസിൽ വലിയ മാറ്റമൊന്നുമില്ല. അതെ, ഡൽഹിയിൽ പോയി പഠിച്ച പണിയൊക്കെ നോക്കി, പക്ഷേ ആരും ഒന്നും പറഞ്ഞുമില്ല, സീറ്റ് കൊടുത്തുമില്ല. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകരമായിരിക്കും. ചേടാ, ഏത് സിംഹം എന്ത് ഗർജനം? അല്ല കേസേ, നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിലയും വിലയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമല്ലേ, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറഞ്ഞു എന്നെല്ലാം വരും, സ്വാഭാവികം. പാർട്ടിയിൽ തുടരുമോ? അല്ല പിന്നെ, കണ്ണൂരിൽ കോൺഗ്രസിനെ വളർത്തിയ ആള് പാർട്ടിയെ വിട്ട് പിന്നെ ഏടെ പോകാനാ? പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. അപ്പൊ ഇനി പൂർണ്ണമായും പാർട്ടിക്ക് വിധേയപ്പെട്ട് നിൽക്കാനാണല്ലേ തീരുമാനം? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഈ CPM-കാര് എന്തെല്ലാം പ്രതീക്ഷിച്ചതാ, എല്ലാം വെറുതെയായി. ഏതായാലും കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശ്വസിക്കാം. വലിയ ആശ്വാസം തന്നെയാണ്. ഏതായാലും ഒരു ചെറിയ ആശങ്കക്ക് കാലത്ത് മുതലേ ഉണ്ടായി. സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, സുധാകരൻ കലാപക്കൊടി താഴ്ത്തിയതോടെ പ്രതിപക്ഷ നേതാവും ഹാപ്പി. സതീശ ചിരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. റെക്കോർഡ് വേഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക വന്നതിൽ പിന്നെ പതിവില്ലാത്ത സന്തോഷത്തിലാണല്ലോ താങ്കൾ. ഏതായാലും സുധാകരൻ വിസ്മയമാകാഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗ്യം. നിങ്ങൾ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും പരിഹസിക്കാൻ ശ്രമിച്ചല്ലോ. ഇപ്പൊ 1 ഡസനിൽ കൂടുതലായില്ലേ വിസ്മയങ്ങൾ? കണ്ണൂരിൽ അതിലും വലിയ വിസ്മയം ജസ്റ്റ് മിസ്സാണ്. MLA ആകാൻ സുധാകരൻ ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഒരാൾ കുറഞ്ഞു. മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട 1/2 ഡസൻ നേതാക്കന്മാർക്ക് ഏതായാലും ആശ്വസിക്കാം.